അതങ്ങ് പോട്ടല്ലേ, ഭയങ്കരമായിട്ട് കൂലി വരുന്നു. വേറെ ഉദാഹരണം എടുക്കാം. മത്സ്യം. ആ മത്സ്യത്തൊഴിലാളികൾ വളരെ ചൂടായെന്ന് പറഞ്ഞില്ല. എന്താ കാര്യം എന്നറിയാം? അയില, മത്തി, ചെമ്മീൻ ഇങ്ങനെയുള്ളതൊക്കെ നെഗറ്റീവ് ലിസ്റ്റിലാണ് കൊണ്ടുവരണമെങ്കിൽ നികുതി കൊടുക്കണം. ചൂര ഇങ്ങനെ 142 നികുതി കൊണ്ടുവരണം എന്ന് മാത്രമല്ല, വായിച്ച് നോക്കുമ്പോൾ ദീകരിക്കണ് സംസ്കരിച്ച മത്സ്യം വെറുതെ കൊണ്ടുവരാണ്. സംസ്കരിച്ച മത്സ്യം എന്ന് നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക ചെമ്മീൻ അച്ചാറിടുന്നതാണ്, മീൻ അച്ചാറാണ്. അവിടെ ആസിൻ രാജ്യങ്ങൾ മീൻ അച്ചാർ തൊടുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മീൻ കറി വെച്ച് ചട്ടിയിൽ വെച്ച് പൊതിഞ്ഞ് പാള കൊണ്ട് പൊതിഞ്ഞുകൊണ്ട് അതുമല്ല അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. സംസ്കരിച്ച മത്സ്യം എന്ന് പറഞ്ഞാല് ഈ അയിലയുടെ ഒക്കെ തലയും കുടലും കളഞ്ഞ് വാലും മുറിച്ച് കളഞ്ഞ് ഫ്രീസ് ചെയ്ത് കൊണ്ടിരുന്നതാണ്. അയില അങ്ങനെ ഉണ്ടെന്ന ഈ തലയുടെയും കുടലിന്റെ ഒക്കെ തൂക്കത്തിന് കയറ്റുമതി കൊടുക്കണ്ടേ, ഷിപ്പിംഗ് ചാർജ് കൊടുക്കണ്ടേ? അതുകൊണ്ട് അവർക്ക് ലാഭം തന്നെ മുറിച്ച് കളഞ്ഞു കൊണ്ടിരലാണ്. സംസ്കരിച്ച മത്സ്യം എത്ര വേണമെങ്കിലും കൊണ്ടുവരാം, അതിന് കൊടുക്കണ്ട. ചുമ്മാതാണോ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ചൂടാവുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കരാറിനുള്ളിൽ നമുക്കെതിരായിട്ട് ഓരോ സ്ഥലത്തും ഓരോ പാര വെച്ചിട്ടുണ്ട്. കാരണം എന്താ? ആസിയൻ രാജ്യങ്ങൾക്ക് അവിടെ അവരുടെ നാണ്യവിളകൾ കയറ്റുമതി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്കൊരു നേട്ടവും അതിനകത്തില്ല. അങ്ങനെ കേരളത്തിലെ കൃഷി